ജനാധിപത്യ രാജ്യത്ത് അഭിപ്രായം പറയാനും ചോദ്യം ചോദിക്കാനും ചോദ്യം ചെയ്യാനും ഒക്കെയുള്ള അവസരമുണ്ടെന്നിരിക്കെ അഭിപ്രായം പറയുന്നവരെ ഒറ്റപ്പെടുത്തി കൂട്ടമായി കടിച്ചു കീറാനും കൊത്തിവലിക്കാനും അതിനായി ഒരു സമുദായത്തെ വേറിട്ട് നിർത്തി ഇസ്ലാം വിരുദ്ധരായ ആളുകളെക്കൊണ്ടും പുരോഗമന ചിന്തയിലുള്ള മുസ്ലിം നാമധാരികളായ ആളുകളെക്കൊണ്ടും അതുപോലെ തന്നെ വിദ്വേഷ പ്രചാരണം നടത്തുന്നവർക്കുമൊക്കെ അവസരമുണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയാണ് കാര്യമായ ചർച്ചകളോ പഠനങ്ങളോ ഒന്നും നടത്താതെ നാളെ മുതൽ ഇങ്ങനെയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്, അതുകൊണ്ട് അതിനെ ചോദ്യം ചെയ്യാൻ വരുന്നവർ ജനാധിപത്യ വിരുദ്ധരാണ്, മതസംഘടനകൾ സർക്കാരിൻ്റെ കാര്യങ്ങളിൽ ഇടപെടേണ്ട, വിദ്യാഭ്യാസപരമായ വിഷയങ്ങളിൽ ഇടപെടേണ്ട, അതുകൊണ്ട് മതസംഘടനകൾ വിരട്ടാനൊന്നും നോക്കണ്ട, അതിനൊന്നും വഴിപ്പെട്ടുകൊണ്ട് ഒരു സർക്കാരിന് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല എന്ന തരത്തിലൊക്കെ വീറും ബമ്പുമൊക്കെ പറഞ്ഞു വന്ന നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയായ വി ശിവൻകുട്ടി മുസ്ലിം ലീഗിൻ്റെയും മതസംഘടനകളുടെയൊക്കെ നേതൃത്വത്തിൻ്റെയും ശക്തമായ പ്രതികരണം കേട്ട് മന്ത്രി വി ശിവൻകുട്ടി വീർപ്പിച്ച് വച്ച ആ ധാർഷ്ട്യത്തിൻ്റെ കാറ്റ് പോകുന്നതാണ് പിന്നെ കണ്ടത്. കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിനെതിരെ ഇനി സമസ്തയായോ അല്ലെങ്കിൽ മറ്റ് മതസംഘടനകളായോ ആരുമായിട്ടും ഒരു ചർച്ചയുമില്ലെന്ന് കണിശമായി പ്രഖ്യാപിച്ച വി ശിവൻകുട്ടിയുടെ ആ പ്രഖ്യാപനം കേട്ട് ഊരിത്തരിച്ച ഹർഷപുളകിതരായ ഊറ്റം കൊണ്ടവരായ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് പോസ്റ്റുകളും കമൻറ്റുകളുമൊക്കെ ഇട്ടവരായ അത്തരം ആളുകളൊക്കെയാണ് പിന്നീട് വി ശിവൻകുട്ടിയുടെ പിന്നത്തെ മലക്കമറച്ചിൽ കണ്ട് ഫ്യൂസായി പോയത്. എന്നാൽ മതസംഘടനകളുമായോ ആരുമായും ഈ വിഷയത്തിൽ ചർച്ചയ്ക്കില്ല എന്ന് പ്രഖ്യാപിച്ചപ്പോൾ വി ശിവൻകുട്ടിയെ അനുകൂലിച്ചുകൊണ്ട് മതസംഘടനകളെയൊക്കെ അവഹേളിച്ചും പരിഹസിച്ചും ചിലരൊക്കെ ഇട്ട കമൻറ്റുകൾ വായിച്ചാൽ കേരളത്തിലെ മദ്രസകളൊക്കെ താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാനിലേക്കോ പാകിസ്ഥാനിലേക്കോ ഒക്കെ മാറ്റി സ്ഥാപിക്കേണ്ടി വരുമോ എന്ന് ആശങ്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നമ്മുടെ സർക്കാരിൻ്റെയും CPM-ൻ്റെയും ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ തന്ത്രമാണിത്. മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ബാധിക്കുന്ന ചില വിഷയത്തിൽ ഇടപെടുകയും എന്നിട്ട് അത് വലിയ ചർച്ചയും വിവാദങ്ങളും ഒക്കെ ആക്കി മാറ്റുകയും അതിനെതിരെ മുസ്ലിം സമുദായത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളൊക്കെ വരുമ്പോൾ പിന്നീട് അതിൽ നിന്ന് പുറകോട്ട് പോവുകയും അല്ലെങ്കിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറയുകയും ചെയ്യുമ്പോൾ മുസ്ലിം സമുദായത്തിൻ്റെ മതസംഘടനാ നേതൃത്വങ്ങൾ അതിനെ സ്വാഗതം ചെയ്യാനും അതിന് സർക്കാരിന് നന്ദി പറയാനുമൊക്കെ മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ നന്ദി പറച്ചിലിനും സ്വാഗതം ചെയ്യലിനുമുള്ള അവസരമുണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ഇടതുപക്ഷ സർക്കാരും അതുപോലെ തന്നെ CPM ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറിച്ച് അവർ മുന്നോട്ട് വെക്കുന്ന വിഷയത്തെ അവർ കാര്യഗൗരവത്തോടെ കണ്ടിട്ടൊന്നുമല്ല. ഈ ഒരു രാഷ്ട്രീയ തന്ത്രം തിരിച്ചറിയാൻ ഇപ്പോഴും ചില ആളുകൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പരമാർത്ഥം.